ഈ പരിപാടിയിൽ ഇപ്പോൾ ചിത്രീകൃത പാഠം കേൾക്കാം. തയ്യാറാക്കിയത് ഷാഫി കോട്ടയിൽ. നമുക്കൊരു ചുമർ മാസിക തയ്യാറാക്കാം. അല്ല, ആരാ ഇത്? മിനിമം കാതറും എന്താ ഇത്ര നേരത്തെ ഇങ്ങോട്ട് പോന്നത്? ഈ സ്കൂളില്ലേ? സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മാമനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ കാര്യം? ഇക്കൊല്ലത്തെ സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറിയായി എന്നെയും ജോയിന്റ് സെക്രട്ടറിയായി കാതറിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോ അതിനുള്ള കോള് തരാൻ വന്നതായിരിക്കും അല്ലേ? കോളൊക്കെ തരാം. മാമൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാനോ? ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഇക്കൊല്ലം സാഹിത്യ സമാജത്തിന്റെ കീഴിൽ ഒരു പുതുമയുള്ള പരിപാടി സ്കൂളിൽ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് പറ്റിയൊരു പരിപാടി പറഞ്ഞു തരാമോ? അപ്പോ അതാണ് കാര്യം. ആട്ടെ, വന്ന കാലിൽ നിൽക്കാതെ രണ്ടുപേരും ഇരുന്നാട്ടെ. ഇനി ഇരുന്നിട്ട് മതി സംസാരം. കൂട്ടുകാരുടെ സാഹിത്യവാസന വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു ചുമർ മാസിക ആയാലെന്താ? ചുമർ മാസികയോ? കയ്യെഴുത്ത് മാസികയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ചുമർ മാസികയെ കുറിച്ച് ഇപ്പൊ ആദ്യമായി കേൾക്കുകയാണ്. ചുമർ മാസിക കയ്യെഴുത്ത് മാസിക പോലെ തന്നെയാണ്. എന്നാൽ കയ്യെഴുത്ത് മാസികയെ അപേക്ഷിച്ച് പല മെച്ചങ്ങളും ചുമർ മാസികക്കുണ്ട്. തയ്യാറാക്കാനും എളുപ്പമാണ്. എങ്കിൽ അത് തയ്യാറാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ മാമ? ചുമർ മാസിക തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഈ പത്രാധിപ സമിതിയാണ്. നന്നായി എഴുതാനും വരക്കാനും കഴിവുള്ള 5 or 6 അംഗങ്ങൾ ചേർന്ന ഒരു സമിതിയായിരിക്കണം അത്. ഓ, അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിന് കഴിവുള്ള എത്രയോ കുട്ടികൾ ഞങ്ങളുടെ വിദ്യാലയത്തിലുണ്ട്. പിന്നെ വേണ്ടത് കുട്ടികളിൽ നിന്ന് രചനകൾ, അതായത് അവരെഴുതിയ കഥ, കവിത, ലേഖനം, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ശേഖരിക്കണം. മാമ, അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ 1000-ഓളം കുട്ടികളുണ്ട്. അവരിൽ നിന്നെല്ലാം രചനകൾ ഓടി നടന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു നിങ്ങളോട് ഓടി നടക്കണമെന്ന്? വിദ്യാലയത്തിന്റെ ഒരു കോണിൽ എല്ലാവരും കാണത്തക്ക വിധം ഇത് കെട്ടിവെച്ചാൽ മതി. കുട്ടികൾ അവരുടെ രചനകൾ അതിലിട്ടാൽ മതിയല്ലോ. ഓ, അത് ശരിയാ. ഞാനതത്ര ആലോചിച്ചില്ല. അല്ലേലും കാതൽ ഇങ്ങനെയാ, ഒന്നും ആലോചിക്കാതെയാ ഉത്തരം പറയുക. ഓ, പിന്നെ നന്നായി ആലോചിച്ച് ഉത്തരം പറയുന്ന ഒരാളും വേണ്ട വേണ്ട, ഇവിടെ വെച്ച് വഴക്കൊന്നും വേണ്ട. മാമൻ പറഞ്ഞോളൂ, ഞങ്ങൾ വഴക്കിനൊന്നും പോകുന്നില്ല. ഇനിയാണ് കാര്യമായ ജോലിയുള്ളത്. ചുമർമാസിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പെങ്കിലും പെട്ടിയിലുള്ള രചനകളെല്ലാം എടുത്ത് പരിശോധിക്കണം. അതിൽ അക്ഷരത്തെറ്റ്, പദപ്രയോഗ വൈകല്യം, വാക്യഘടനയിലെ പൊരുത്തക്കേട്, ഇങ്ങനെ പല തെറ്റുകളും കാണും. അതെല്ലാം ഒരു അധ്യാപകന്റെ സഹായത്തോടെ ആയിരിക്കണം തിരുത്തേണ്ടത്. ഓ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ബാബു സാറും ആയിഷ ടീച്ചറും ഒക്കെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം മാമ? പിന്നെ എന്ത് ചെയ്യാനാ? ഒരു ചാർട്ട് പേപ്പറിലേക്ക് അതെല്ലാം പകർത്തണം, അല്ലേ മാമ? അതെ, ചാർട്ട് പേപ്പറിലേക്ക് പകർത്തണം. അപ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എഴുതുന്ന അക്ഷരങ്ങൾക്ക് സാമാന്യം വലുപ്പം വേണം. വാക്കുകൾ തമ്മിലും വരികൾ തമ്മിലും അകലമിട്ടേ എഴുതാവൂ. എങ്കിലേ എളുപ്പത്തിൽ വായിക്കാൻ പറ്റൂ. സാധാരണ പേന കൊണ്ട് എഴുതിയാൽ മതിയോ? മതി. എങ്കിലും ഒരു മൈക്രോ ടിപ്പ് പേനയും സ്കെച്ച് പേനയും ഉപയോഗിച്ചാൽ ഭംഗിയായി. ചായം കൊണ്ട് അല്പം ചിത്രപ്പണികൾ കൂടി ആയാൽ വളരെ നന്നാവും. കൂടുതൽ കോളങ്ങളായി തിരിച്ചും കളങ്ങൾ വരച്ച് ചേർത്തുമൊക്കെ കൂടുതൽ ആകർഷകമാക്കാം. കഥകളും കവിതകളും മറ്റും പകർത്തി എഴുതുമ്പോൾ അവർക്ക് യോജിച്ച ചിത്രങ്ങളും വരച്ചുകൂടെ? ആവാമല്ലോ. അതിനാണ് പത്രാധിപ സമിതിയിൽ
നന്നായി ചിത്രം വരക്കാൻ കഴിവുള്ളവനും വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കടലാസ് പെൻസിൽ കൊണ്ട് ചിത്രത്തിന്റെ സ്കെച്ച് ഇട്ടതിന് ശേഷം ചിത്രത്തിന് നിറം കൊടുത്താൽ മതി. ഷീറ്റ് മുഴുവൻ മാറ്റേണ്ടി വരുമെന്നതിനാൽ കഴിവതും തെറ്റുവരാതെ നോക്കണം. സ്ഥിരമായ ഒരു പത്രാധിപ സമിതിക്ക് പകരം ഓരോ മാസവും വേറെ വേറെ സമിതി ആയാലെന്താ? അതും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയായാൽ മത്സര മനോഭാവത്തോടെ തിമർ മാസിക തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല കൂടുതൽ പേർക്ക് തിമർ മാസിക തയ്യാറാക്കാനുള്ള അവസരവും കിട്ടും. ഇങ്ങനെ ഒരു തിമർ മാസിക തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം കാതറെ? എല്ലാവർക്കും കാണാനും വായിക്കാനും പറ്റുന്ന വിധത്തിൽ ഒരു ചുവരിൽ ഒട്ടിച്ചു വെക്കണം. അതെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്ത പതിപ്പ് ഇറക്കുന്നത് വരെ അത് അവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെയാകുമ്പോൾ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും വായിക്കാനും സാവകാശം കിട്ടും. ഓരോ മാസത്തെയും രചനകൾ ഒരു പുസ്തകത്തിലേക്ക് പകർത്തിയാൽ എളുപ്പത്തിൽ ഒരു കയ്യെഴുത്ത് മാസികയും തയ്യാറാക്കാം. ഇതൊരു നല്ല ആശയം തന്നെയാണല്ലോ മാമ. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഇനി കഥയും കവിതയുമെല്ലാം എങ്ങനെ എഴുതണമെന്ന് കൂടി പറഞ്ഞു തരണം. ഇതൊരു കുഴക്കുന്ന ആവശ്യം തന്നെയാണല്ലോ കാതറെ. ഏതായാലും കവിത എഴുതാൻ ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. മനസ്സിലുള്ള ഒരാശയം ഒരു പ്രത്യേക താളത്തിൽ ചൊല്ലിയാൽ അത് കവിതയായി. അപ്പോ താളമാണ് പ്രധാനം അല്ലേ? എന്ന് പറഞ്ഞുകൂടാ. ചൊല്ലി രസിക്കാൻ കവിതയ്ക്ക് താളമുണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. എങ്കിൽ മാമനൊരു കവിത ഉണ്ടാക്കി കാണിച്ചേ. ശരി, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ 2 വരി കവിത ഉണ്ടാക്കും. ബാക്കി 2 വരി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം. എന്താ, ഏറ്റോ? ഓ, അത് ഞങ്ങളേറ്റു. വണ്ട് മൂളി പറന്നു പോകുന്നതും പൂവിൽ ചെന്നിരുന്ന് തേൻ കുടിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ തേൻ കുടിക്കാൻ പോകുന്ന ഒരു വണ്ടിനോട് ഒരു കുട്ടി സംസാരിക്കുന്നതാണ് എന്റെ കവിത. കുട്ടി വണ്ടിനോട് ചോദിക്കുന്ന രീതിയിലാണ് ഞാൻ കവിത ചൊല്ലാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. വണ്ടേ വണ്ടേ എങ്ങോട്ട മൂളി മൂളി പറക്കുന്നേ. വണ്ടേ വണ്ടേ എങ്ങോട്ട മൂളി മൂളി പറക്കുന്നേ. എന്റെ വരികളുടെ താളം കിട്ടിയല്ലോ. ഇനി ഇതിന് വണ്ട് എന്തുത്തരമായിരിക്കും പറയുക? അതാണ് നിങ്ങൾ എന്നെ ചൊല്ലി കേൾപ്പിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എനിക്കും കിട്ടി. എന്നാൽ ആദ്യം മിനിമോളുടെ വരികൾ കേൾക്കട്ടെ. നന്നായിട്ടുണ്ട്. ഇനി കാതറിന്റെ വരികൾ കേൾക്കട്ടെ. പൂവിലിരിക്കാൻ പോകുന്നു, പൂ പറിക്കാൻ പോകുന്നു. അയ്യേ, തെറ്റി. വണ്ട് പൂ പറിക്കുമോ മാമ? ശരിയാ, വണ്ട് പൂ പറിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു പന്തിയോടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റിയാലോ? ആ വരി മാത്രം മാറ്റിയാൽ പോരെ മാമ? എന്തിനാ ആ വരി മുഴുവൻ മാറ്റുന്നത്? പറിക്കാൻ എന്ന വാക്ക് മാത്രം തിരിച്ചാൽ പോരെ? അതെ, അത് മതി. അതാണ് വേണ്ടതും. അല്ലാതെ വരി മുഴുവൻ മാറ്റേണ്ടതില്ല. അതിരിക്കട്ടെ, പറിക്കുക എന്ന വാക്കിന് പകരം നമുക്കിവിടെ ഏത് വാക്ക് ചേർക്കാം? മണക്കുക എന്നായാലോ? ഓ, അത് പറ്റും. ഇനി ആ വരി ഒന്ന് ചൊല്ലി നോക്കൂ. പൂവിലിരിക്കാൻ പോകുന്നു, പൂ മണക്കാൻ പോകുന്നു. നന്നായിട്ടുണ്ട് മാമ. ഇനി ഞാൻ വേറൊന്ന് കൂടി ചൊല്ലാം. ആയിക്കോട്ടെ. കാതർ ആദ്യത്തെ 2 വരി ചൊല്ലട്ടെ. എന്നിട്ട് മിനിമോൾ ചൊല്ലിയാൽ മതി. എന്താ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ കാതർ തുടങ്ങിക്കോളൂ. വണ്ടേ വണ്ടേ എങ്ങോട്ടാ മൂളി മൂളി പറക്കുന്നു, പൂവിനെ കാണാൻ പോകുന്നു, മുത്തം കൊടുക്കാൻ പോകുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഇത്തരം വിദ്യകളാണ് കവിത എഴുതുമ്പോൾ നാം പ്രയോഗിക്കേണ്ടത്. ഇപ്പോൾ കവിത ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് തിരുത്തേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായല്ലോ. ഇങ്ങനെ കുറെ കവിതാപൂരണങ്ങൾ നടത്തിയ ശേഷം ഒരു വിഷയം തെരഞ്ഞെടുത്തും കവിത ഉണ്ടാക്കാം. മാമാ, ഇനി കഥയുടെ കാര്യം കൂടി പറഞ്ഞു തരാമോ? കുട്ടികൾ ആദ്യം കഥ എഴുതുമ്പോൾ കൊച്ചു കൊച്ചു സംഭവങ്ങൾ മാത്രം എഴുതിയാൽ മതി.
മൃഗങ്ങളും പക്ഷികളുമൊക്കെ കഥാപാത്രങ്ങളാകുന്ന കഥകൾ ആകാം. കുട്ടിയും തത്തയും തമ്മിലോ പശുവും പൂച്ചയും തമ്മിലോ ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ അത് എഴുതി നോക്കാം. നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ നടക്കുന്നതായി സങ്കല്പിക്കാവുന്ന സംഭവങ്ങളും കഥകളായി എഴുതാം. ഇങ്ങനെയൊക്കെയുള്ള പരിശീലനങ്ങളുണ്ടായാൽ സ്വന്തമായും നല്ല കഥകൾ എഴുതാൻ നിങ്ങൾക്കും സാധിക്കും. എഴുതി തുടങ്ങുന്നവർക്ക് ഏറ്റവും വേണ്ട ഗുണമാണ് പരന്ന വായനയും നിരീക്ഷണ പാഠവും. അതുണ്ടെങ്കിലേ കഥയും കവിതയുമെല്ലാം മനസ്സിൽ വിരിയുകയുള്ളൂ. മാമ, കഥയും കവിതയും അല്ലാതെ മറ്റെന്തെല്ലാം വിഭവങ്ങൾ ചുമർമാസികയിലാകാം? കഥയും കവിതയും തന്നെ ആവണമെന്നില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ കഥയും കവിതയും എഴുതാൻ കഴിവുള്ളവരാകണമെന്നില്ല. അതിനെ നിർബന്ധിക്കുന്നതും ശരിയല്ല. എന്നാൽ ഇതൊക്കെ എഴുതാൻ പറ്റുമോ എന്ന് എല്ലാ കൂട്ടുകാർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതിനുള്ള നല്ല അവസരമായിരിക്കും ചുമർമാസിക നിർമ്മാണം. കഥയും കവിതയും കൂടാതെ നാടൻ പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ എന്നിവ ശേഖരിച്ച് ചുമർമാസികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തെരഞ്ഞെടുത്ത നല്ല വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ചിത്രങ്ങളാവാം, കാർട്ടൂണുകൾ, പിന്നെ അക്ഷരങ്ങളിൽ നിന്ന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രം വരക്കുന്ന അക്ഷരചിത്രങ്ങൾ, പിന്നെ കുസൃതി കണക്കുകൾ, നാടൻ കളികളെ പറ്റിയുള്ള വിവരണങ്ങൾ, ഫലിതങ്ങൾ, ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, പരിസ്ഥിതി സംബന്ധമായ വാർത്തകൾ, അതാത് മാസം ജനിച്ച പ്രധാന ശാസ്ത്രജ്ഞന്മാരെ പറ്റിയോ സാഹിത്യകാരന്മാരെ പറ്റിയോ ഉള്ള കുറിപ്പുകൾ, ഇങ്ങനെ വിവിധ തരം കാര്യങ്ങൾ ചുമർമാസികയിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു മാസിക ആകുമ്പോൾ അതിന് ആകാവുന്നത്ര വൈവിധ്യം ഉണ്ടാകണം. ആവർത്തന സ്വഭാവമുള്ള ഇനങ്ങൾ മാറ്റിവെച്ച് ആകർഷകത്വമുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയണം. പത്രാധിപ സമിതിയുടെ പ്രധാന ജോലി ഇതായിരിക്കും. ഓരോ മാസികയുടെയും ഒരു വശത്ത് പത്രാധിപ സമിതിയുടെ അംഗങ്ങളുടെ പേര് വിവരം കൊടുക്കുന്നത് നന്നായിരിക്കും. മാമ, മാസികക്ക് പേര് കൊടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ കുട്ടികൾ തന്നെ തീരുമാനിക്കുന്ന പേരാകുന്നതാണ് നല്ലത്. മാമ, ഫാദർ പറയുന്ന പേര് എനിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? എന്നാൽ നീ പറയുന്ന പേര് എനിക്കും സമ്മതമായില്ല. രണ്ടു പേർ ചേർന്നാൽ രണ്ടഭിപ്രായമുണ്ടാകും. ആര് പറഞ്ഞു എന്ന് നോക്കിയല്ല, ആര് പറഞ്ഞതാണ് കൂടുതൽ ശരിയായത് എന്ന് പൊതുവെ തോന്നുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ തർക്കം വരാതെ നോക്കുകയും വേണം. കുട്ടിത്തമുള്ള ലളിതമായ പേരുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അച്ചടിച്ചു വരുന്ന മാസികകളുടെ അനുകരണമാണെന്നൊന്നും തോന്നാത്ത എല്ലാവർക്കും ഇഷ്ടമാകുന്ന പേര് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു വലിയ വിദ്യാഭ്യാസമാണ്. എന്നാൽ നമ്മൾ തമ്മിൽ തർക്കമൊന്നും ഉണ്ടാവില്ല മാമ. അതെ, അങ്ങനെയാണ് വേണ്ടത്. എങ്കിൽ മിനിയുടെയും കാതറിന്റെയും കൂട്ടുകാരൊക്കെ ചേർന്ന് അടുത്തു തന്നെ ചുമർമാസിക ഉണ്ടാക്കുമല്ലോ. മാമ, ഞങ്ങൾ ഇന്ന് തന്നെ ചുമർമാസികയുടെ പണി തുടങ്ങും. നമുക്കൊരു ചുമർ മാസിക തയ്യാറാക്കാം. ശ്രീ ഷാഫി കോട്ടയിൽ തയ്യാറാക്കിയ ചിത്രീകരണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ചെറുവാടി ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകനായ അദ്ദേഹത്തോടൊപ്പം അതേ സ്കൂളിലെ വിദ്യാർത്ഥികളായ MK ഷാനിറ, C നിയാസ് എന്നിവരും ഇതിൽ പങ്കെടുത്തു.